നമസ്കാരം. പേരിനെ ചൊല്ലി പരിഹസിച്ചയാളുടെ വായടപ്പിച്ച് കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മറുപടി. ശ്രീനാദേവിയുടെ കൗണ്ടറാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച. അടൂരിലെ CPI സ്ഥാനാർത്ഥി പ്രിജി കണ്ണന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് ശ്രീനാദേവി ഇട്ട പോസ്റ്റിന് താഴെ വന്ന കമന്റിനാണ് ചുട്ട മറുപടി കിട്ടിയത്. അച്ഛൻ്റെ പേര് അറിയാത്തത് കൊണ്ടാണോ നീ നിന്റെ പേരിൻ്റെ കൂടെ കുഞ്ഞമ്മ എന്ന അമ്മയുടെ പേര് ചേർത്തത് എന്നായിരുന്നു അഷംസ് കരീപ്ര എന്ന വ്യക്തിയുടെ അധിക്ഷേപകരമായ കമൻറ്റ്. കരീപ്ര പഞ്ചായത്തിലെ എല്ലാവരും തൻ്റെ അച്ഛന്മാരായതുകൊണ്ട് പഞ്ചായത്തിൻ്റെ പേര് വെച്ചതുപോലെ അല്ല സുഹൃത്തെ എൻ്റെ പേരെന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിന് നൽകിയ മറുപടി. കുഞ്ഞമ്മ, അകത്തമ്മ, കെട്ടിലമ്മ തുടങ്ങിയ സ്ഥാനപ്പേരുകൾ പണ്ട് രാജാവ് കൽപ്പിച്ച് നൽകിയതാണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ കൊട്ടാര പരിസരത്ത് ഇത്തരം അമ്മമാരെ പാർപ്പിച്ചിരുന്നു. അതെന്തിനായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ നാറ്റക്കേസാകും. എല്ലാവർക്കും കുഞ്ഞമ്മയാകാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു മറ്റൊരാളുടെ കമൻറ്റ്. അത് നിങ്ങളുടെ മാതാവിൻ്റെ ചരിത്രമായിരിക്കാമെന്നായിരുന്നു ഇതിന് ശ്രീനാദേവിയുടെ മറുപടി. എന്തായാലും ശ്രീനാദേവിയുടെ ഈ മറുപടികളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. അധിക്ഷേപിക്കുന്നവർക്ക് ഇത്തരത്തിലാണ് മറുപടി നൽകേണ്ടതെന്നും സോഷ്യൽ മീഡിയയും അഭിപ്രായപ്പെടുന്നു. CPI സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രിജി ശശിധരൻ പെട്ടെന്ന് പ്രിജി കണ്ണനായി മാറിയതാണ് ഇപ്പോൾ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇത് അന്തരിച്ച കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ ജനപ്രീതി മുതലെടുക്കാനുള്ള CPIയുടെ തന്ത്രമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അന്തരിച്ച ജനപ്രിയ കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ ഭാര്യയാണ് സ്ഥാനാർത്ഥിയെന്ന് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ നീക്കമെന്നാണ് പ്രധാന ആക്ഷേപം. കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. ഇത്തരം ചോദ്യങ്ങൾക്ക് താഴെയാണ് ഇടതുപക്ഷ അനുഭാവികളായ പലരും വന്ന് അധിക്ഷേപ രൂപേണ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനാണ് അവർ മറുപടി നൽകിയതും. അദ്ദേഹത്തിൻ്റെ പേര് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനുള്ള CPIയുടെ തരംതാണ ശ്രമം വില പോവില്ലെന്ന് ശ്രീനാദേവി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഉപ്പുപരലുകൾ പുറത്തു വീണ അട്ടകളെ പോലെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന CPI നേതാക്കളെയാണ് ഇന്നും ഇന്നലെയുമായി സോഷ്യൽ മീഡിയയിൽ കണ്ടത്. CPIയുടെ അടൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് വീണ്ടും പറയുന്നു. 1. സ്ഥാനാർത്ഥിയുടെ പേരിലെ ശശിധരൻ മാറ്റി കണ്ണൻ എന്നാക്കിയത് MG കണ്ണന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് മോഷണത്തിനല്ലേ? 2. കണ്ണൻ എന്ന ഭർത്താവിൻ്റെ പേരുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണമെന്നതല്ലേ കൊല്ലം ജില്ലയുടെ അങ്ങേയറ്റം വരെ സഞ്ചരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിലെ CPI നേതാക്കൾ കണ്ടെത്തേണ്ടി വന്നത്? 3. നിങ്ങളുടെ സ്ഥാനാർത്ഥി കണ്ണൻ എന്ന പേരുള്ള ഭർത്താവിനെ വിവാഹം കഴിച്ചത് 2022 സെപ്റ്റംബറിലല്ലേ? 2026 മാർച്ച് 8 അടൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയാണെന്ന പ്രഖ്യാപനമുണ്ടായ ശേഷം മാർച്ച് 9 രാവിലെയല്ലേ അവർ സ്വന്തം പേരിലെ ശശിധരനെ ഒഴിവാക്കി ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഉൾപ്പെടെ കണ്ണനെ ചേർത്തത്? 4. പുരോഗമന പ്രസ്ഥാനം എന്ന് അഭിനമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന വിശ്വാസികൾക്ക് വിവാഹശേഷം ഭർത്താവിൻ്റെ പേര് സ്ത്രീകൾ സ്വന്തം പേരിനൊപ്പം ചേർക്കണമെന്ന യാഥാസ്ഥിതിക മനോഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷേ 2022 സെപ്റ്റംബർ 14 മുതൽ 2026 മാർച്ച് 9 വരെ എന്തുകൊണ്ട് കണ്ണനെ ഇവർ പേരിനൊപ്പം ചേർത്തില്ല? 5. അവർ വിവാഹശേഷം 3 വർഷവും 2 മാസവും കഴിഞ്ഞു. കൊല്ലം ജില്ലയിലെ കരീപ്ര പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ 3 മാസങ്ങൾക്ക് മുൻപ് മത്സരിച്ച് തോറ്റപ്പോഴും എന്തുകൊണ്ട് വിവാഹിതയായ സ്ത്രീ ഭർത്താവിൻ്റെ പേരായ കണ്ണനെ ഒപ്പം ചേർക്കണമെന്ന് ചിന്തിച്ചില്ല? 3 മാസങ്ങൾക്ക് മുൻപ് ഇന്നലെ വരെയും ശശിധരനായിരുന്നില്ലേ ഉണ്ടായിരുന്നത്? 6. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതാണ് പൊതുശൈലി. പക്ഷേ 2020 ഇവർ ജയിച്ച കൊല്ലം ജില്ലാ പഞ്ചായത്ത് നെടുമ്പന സീറ്റിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായ ശ്രീ ഫൈസൽ കൊളപ്പാട് 10,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലേ? അവർ ആ സീറ്റ് മണ്ഡലം ശ്രദ്ധിക്കാതെ UDFന് നൽകിയ ആളല്ലേ? 3 മാസം മുൻപ് സ്വന്തം പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ നിന്ന് കൊല്ലം കരീപ്രയിൽ വാർഡിൽ തോറ്റ സ്ഥാനാർത്ഥിയാണോ അടൂരിലെ CPIയുടെ സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്നത്? അപ്പോൾ ഭർത്താവിൻ്റെ പേര് കണ്ണൻ എന്നാണെന്നുള്ളത് മാത്രമായിരുന്നു ഈ സ്ഥാനാർത്ഥിയുടെ മെറിറ്റ്. വർഷങ്ങളോളം പ്രണയിച്ചിട്ടും 3.5 വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതരായിട്ടും അടൂരിൽ സ്ഥാനാർത്ഥിയായപ്പോഴാണോ കണ്ണൻ എന്നാണ് ഭർത്താവിൻ്റെ പേരെന്ന് അവർക്ക് ഓർമ്മ വന്നത്? LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹമല്ല, മറിച്ച് ഭർത്താവിനെ അകാലത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത വേദന നൽകി അയാളുടെ ഭാര്യയാണെന്ന തോന്നൽ സൃഷ്ടിച്ച് വോട്ട് നേടാനല്ലേ കണ്ണൻ എന്ന പേര് നിയമസഭാ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ എഴുതി ചേർത്തത്? CPIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അടൂരിലെ സ്ഥാനാർത്ഥിയായി പരിചയപ്പെടുത്തിയത് ശശിധരൻ എന്ന് പറഞ്ഞല്ലേ? അവരാരും അടൂരിലെ കണ്ണനെ ദുരുപയോഗപ്പെടുത്തണമെന്ന് അറിഞ്ഞിരുന്നില്ല എന്നല്ലേ? LDF സ്ഥാനാർത്ഥിയുടെ പേരിൻ്റെ കൂടെ ശശിധരൻ എന്നോ രാജേന്ദ്രൻ എന്നോ മുരളീധരൻ എന്നോ എന്തായാലും അത് ഇവിടെ ആർക്കും വിഷയമല്ല. പക്ഷേ MG കണ്ണൻ്റെ പേരിൽ വോട്ട് മോഷണമാണ് ഉദ്ദേശമെങ്കിൽ അത് അടൂരിൽ നടക്കില്ല. MG കണ്ണൻ അടൂരിൻ്റെ കണ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സജിത കണ്ണൻ എന്നാണ്. MG കണ്ണൻ്റെ ഭാര്യ സജിത കണ്ണൻ്റെ അച്ഛൻ്റെ പേര് TK ശശിധരൻ എന്നാണ്. അതുകൊണ്ട് പേരിലെ ആ സാധ്യത കൂടി LDF സ്ഥാനാർത്ഥിയും ജില്ലയിലെ CPI നേതൃത്വം ഉപയോഗിക്കുക എന്നാണ് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.